നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കഥയുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. ഗീതയും സുജിത്തും നേരത്തെ ലോലുവിനെയും കൊണ്ട് വീട്ടിലെത്തിയിരുന്നു. അവളുടെ പ്ലാൻ അനുസരിച്ച് അവിടെ എല്ലാം അലങ്കരിച്ചു. ചെറിയ ബൊക്കെ വാങ്ങി. പേപ്പറിൽ കളർ പെൻസിൽ കൊണ്ടുള്ള അവളുടെ വരകൾ ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. വെൽക്കം നീലു മൈ സ്വീറ്റി എന്ന് വലിയ അക്ഷരത്തിൽ അവൾ ഗീത ആൻറ്റിയെ കൊണ്ട് എഴുതിപ്പിച്ചു. അങ്ങനെ കാറിൽ അവർ വന്നിറങ്ങിയതും ലോലുവിൻ്റെ മുഖം തുടുത്തു. അവൾ നാണം കൊണ്ട് ചമ്മി നിന്നു. പിന്നെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും ഗീത കുഞ്ഞിനെയും കയ്യിൽ വാങ്ങിക്കൊണ്ട് ലോലുവിൻ്റെ മുഖത്തോട് ചേർത്ത് പിടിച്ചു. അവൾ വാവയുടെ തലയിലും മുഖത്തും ഉമ്മ കൊടുത്തു. പിന്നെ മമ്മയുടെ കൈ പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി. വീട്ടിലെ അലങ്കാരങ്ങൾ കണ്ട് സത്യത്തിൽ ആനന്ദും അമ്മുവും അത്ഭുതപ്പെട്ടുപോയി. എല്ലാം ലോലുവിൻ്റെ ഐഡിയ ആണെന്നറിഞ്ഞപ്പോൾ അമ്മു അവളെ കെട്ടിപ്പിടിച്ച് തുരുതുരേ ഉമ്മ വെച്ചു. മമ്മയ്ക്ക് ലോലു കൊടുത്ത ബൊക്കെ മമ്മ സ്നേഹത്തോട് ലോലുവിന് കൊടുത്തിട്ട് പറഞ്ഞു, ലോലു, നീയാണ് എൻ്റെ ഫസ്റ്റ് ബോൺ ബേബി. ഐ ലവ് യു മൈ ക്യൂട്ടീ. അമ്മു കട്ടിലിലിരുന്നു. ലോലു അമ്മയുടെ വയറ് തടവി. നീലുവിനെ പുറത്തെടുത്തപ്പോൾ വേദന എടുത്തോ മമ്മ? ബ്ലഡ് വന്നോ മമ്മ? മമ്മ അപ്പം കരഞ്ഞോ? ഇപ്പോഴും വേദനയുണ്ടോ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട് ആനന്ദ് അവളെ നിലത്തു നിന്ന് കോരിയെടുത്തു. പൊക്കിയെടുത്ത് കുറേ തവണ ഉമ്മ കൊടുത്തു. അവൾ അപ്പയ്ക്കും ഉമ്മ കൊടുത്തു. പറഞ്ഞു, മിസ് യു അപ്പാ. മമ്മയും കെട്ടിപ്പിടിച്ചിട്ട് ലോലു പറഞ്ഞു, മിസ് യു മമ്മ, ലവ് യു. പിന്നെ വാവയുടെ അടുത്ത് പോയി അവളുടെ ഓരോന്നും പരിശോധിച്ചു. കണ്ണ്, മൂക്ക്, ചുണ്ട്, കയ്യ്, വിരലുകൾ, ഇങ്ങനെ എല്ലാം വളരെ സൂക്ഷിച്ചാണ് അവൾ വാവയെ തൊടുന്നത്. നീലു അതിനിടയിൽ മൂത്രമൊഴിച്ച് കരയാൻ തുടങ്ങി. അത് കണ്ട് ലോലുവിന് നാണം വന്നിട്ടൊരു രക്ഷയുമില്ല. അവൾ വാ പൊത്തി ചിരിച്ചുപോയി. കരയുന്ന നീലുവിൻ്റെ ഡൈപ്പർ മാറ്റി പുതിയത് കെട്ടാൻ തുടങ്ങിയപ്പോൾ ലോലുവിന് പിന്നെയും നാണം സഹിക്കാൻ വയ്യാതായി. ശാലു കുഞ്ഞിന് പാല് കൊടുക്കാനെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ ലോലു കട്ടിലിൽ കയറി നിന്ന് എത്തി നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ വീട്ടിലൊരു ചേച്ചിയുടെ ഗമയിൽ അവൾ മമ്മയെ സഹായിക്കാൻ തുടങ്ങി. ഗീതയും സുജിത്തും അവിടെ ഉണ്ടായിരുന്നത് വലിയ സഹായമായി. ഗീത 2 ദിവസത്തേക്കുള്ള ഭക്ഷണമെല്ലാം ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഇനിയും വരാം എന്ന് പറഞ്ഞവർ ഇറങ്ങിയപ്പോൾ അമ്മു ഗീതയെ കെട്ടിപ്പിടിച്ചു. സുജിത്തിനോട് ആനന്ദ് നന്ദി പറഞ്ഞു. ഇപ്പോൾ കൂടുതൽ ധൈര്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി ആനന്ദ് ശാലുവിനെയും മക്കളെയും കൂട്ടി ജീവിതം ആസ്വദിച്ചു. ശാലു ഇന്ന് 2 സുന്ദരിക്കുട്ടികളുടെ അമ്മയാണ്. വീട്ടുകാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി RMHൽ ജോലിയും ചെയ്ത് ഒരു ഭാര്യയും അമ്മയും ആയി തിരക്കായി പോവുകയാണ്. ലോലു പക്വതയുള്ള ചേച്ചിക്കുട്ടിയായി ഡാൻസും പാട്ടും പടം വരയും ഒക്കെയായി ജീവിതത്തിൽ മുന്നേറുന്നു. നീലു കുട്ടിക്കുറുമ്പിയായി കുസൃതികൾ കാട്ടി ഓടി നടക്കുന്നു. കേരളത്തിലെ 2 ഉൾഗ്രാമങ്ങളിൽ നിന്ന് കുടിയേറി ഓസ്ട്രേലിയയിൽ മെൽബണിലെ പാർക്ക് വില്ല എന്ന പ്രദേശത്ത് ഒരു സുന്ദരമായ വീട്ടിൽ ഈ കൊച്ചു ജീവിതം ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ് രണ്ടുപേരും. കാലങ്ങൾ മുന്നോട്ട് കുതിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. കുട്ടികളുടെ പഠിത്തത്തിൽ ആനന്ദും ശാലുവും ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു. കുട്ടികളുടെ പ്രോജക്റ്റും പരീക്ഷകളും ഒക്കെ അവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഗ്രേഡ് കിട്ടിക്കൊണ്ടായിരുന്നു ഓരോ ക്ലാസ്സും അവർ പാസ്സായിക്കൊണ്ടിരുന്നത്. നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ ലോലുവിനും നീലുവിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവർ മിടുക്കരായി വളർന്നു. വിവരണം ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.